ഓരോ കഴിയുമ്പം ചെളിയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. നമ്മൾ പാക്കറ്റ് ഫുഡ് മേടിച്ച് നല്ലോണം കിട്ടുന്നതുണ്ട്, പക്ഷെ നമ്മൾ പാക്കറ്റ് ഫുഡ് മേടിച്ച് ചെയ്യുമ്പോഴത്തേക്കിന് അത് അവരെത്രമാത്രം ഹൈജീനോടുകൂടിയാണ് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. ഇത് കഴുകും തോറും അതിൽ നിന്ന് ചെളി വന്ന് ഒരു 10-15 തവണ കഴുകി കഴിഞ്ഞപ്പോഴത്തേനാണ് ഒരു ക്ലിയർ വാട്ടർ എനിക്ക് അതിൽ നിന്ന് കാണാൻ പറ്റിയത്. നല്ല പോലെ എന്നിട്ട് അമ്മ അത് അരിച്ച് തന്നു. കല്ലും മണ്ണൊക്കെ കളഞ്ഞ് അതിൽ മിക്സ് കയറി വന്നിട്ടുണ്ടായിരുന്നു. പച്ചരി, ചുമന്നരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറക്കി കളഞ്ഞ് നല്ല പോലെ അത് അരിച്ചെടുത്തു. ഈ 2 ആഴ്ച തേന മാത്രം കൊടുക്കാനാണ് പറഞ്ഞത്. അതിന് പല പേര് പറയുമല്ലോ, പഞ്ഞപ്പുല്ലെന്നൊക്കെ പറയും, കുറുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ കൂടെ, കുറുക്കിൻ്റെ കൂടെ തന്നെ നട്ട്സ് എന്തെങ്കിലും കൂടെ അരച്ച് ചേർത്ത് കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ മാസം കഴിയുന്തോറും ഏത്തപ്പഴം, മുട്ടയുടെ വെള്ള, അങ്ങനെ ഓരോന്നൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പം ഞാനിത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം കഴുകി അത് കുതിർത്ത് വെച്ചു. കുറച്ച് ഒരു 5 തൊട്ട് 6 മണിക്കൂർ വരെ കുതിർത്ത് വെച്ച് അത് വേറൊരു തുണി എടുത്ത് ഇതിൻ്റെ വെള്ളം കളഞ്ഞ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നനവുള്ള തുണി അങ്ങനെ കെട്ടി ഒരു ദിവസം മുഴുവൻ കെട്ടിവെച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം തുറന്ന് നോക്കിയപ്പോഴത്തേന് വെള്ളം മുഴുവനായിട്ട് ഊറ്റിക്കാൻ ചെറിയൊരു നനവേ ഉണ്ടായുള്ളൂ. പിറ്റേ ദിവസം അത് തുറന്ന് നോക്കിയപ്പോഴത്തേന് കുഞ്ഞു കുഞ്ഞു മുള വന്നിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എനിക്കതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം ഞാനത് കെട്ടി പിറ്റേ ദിവസത്തേനും കൂടെ വച്ചു. എല്ലാം ഒന്നും മുളച്ചിട്ടില്ലായിരുന്നു. അപ്പം നല്ല രീതിക്ക് മുള വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം കൂടെ കെട്ടി വെച്ചു. പിറ്റേ ദിവസമായപ്പോഴത്തേന് എല്ലാം നല്ല അടിപൊളിയായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അത് ഞാൻ തുറന്നേച്ച് വലിയൊരു മുറത്തിലോട്ടാക്കി വിടർത്തിയിട്ട് വെയിലത്ത് വെച്ചു. വെയിലത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പിള്ളേർക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ പൊടി വറക്കാൻ പാടില്ല. പിന്നെ കാക്കയോ എന്തെങ്കിലും പക്ഷിയൊക്കെ വന്ന് തലയിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലപോലെ നെറ്റൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടാണ് വെയിലത്ത് വെച്ചത്. ഇനി അത് പൊടിച്ച് തരിയൊക്കെ കളഞ്ഞ് അരിച്ച് വൃത്തിയായിട്ടൊരു ടിന്നിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഒരുപാട് നാളത്തേന് നമുക്കത് ഉപയോഗിക്കാം. നമുക്ക് മനസ്സറിഞ്ഞ് നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് വിചാരിച്ച് നമ്മുടെ കുട്ടിക്ക് നമുക്കത് കൊടുക്കാം. ഇതുപോലെ കണ്ണങ്കായയുടെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരെയും സപ്പോർട്ട് സ്നേഹവും പ്രതീക്ഷിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.